സെപ്റ്റംബർ 3 മാർക്കറ്റിലാണ് അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോ സെപ്റ്റംബർ 3 മാർക്കറ്റിലാണ് അനൗൺസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി. സോ സെപ്റ്റംബർ 3 വരുമ്പോഴേക്കും ഈ സെക്കൻഡ് മാർക്കറ്റിലെ ലെവൽസ് കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് ലെവൽസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഡേ ഹൈ ഉണ്ട്. പിന്നെ ഇത് ഡയറക്ട്ലി ഒരു സെല്ലിങ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ് വന്നിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് 50% ലെവലാണ് ഈ മാർക്ക് ചെയ്തത്. ഒരു ബൗൺസിങ് ലെവലായിട്ട് കൺസിഡർ ചെയ്യും. കാരണം വെച്ചാല് ഇവരെ റീട്രേസ്മെന്റ് തന്നിട്ടുണ്ട്. സോ റീട്രേസ്മെന്റ് തരാത്തതുകൊണ്ട് ഇത് നമുക്കൊരു ബൗൺസിങ് ലെവലായിട്ട് കൺസിഡർ ചെയ്യും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ എടുക്കുക, ടോപ്പ് ടു ബോട്ടം വരെ ഒന്ന് മാർക്ക് ചെയ്യുക. അതുകൊണ്ടാണ് 50% റീട്രേസ്മെന്റ് തന്നിട്ടില്ല. ഇവിടുന്ന് ഈ ടോപ്പ് ടു ബോട്ടം വരെ മാർക്ക് ചെയ്യാണെങ്കിൽ ഈ ഒരു ലെവലിൽ 50% റിട്രേസ്മെന്റ് തന്നിട്ടില്ല. സോ ഇവിടെ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ഡ്രാസ്റ്റിക്കലി ഉള്ള ഒരു സെല്ലിംഗ് ആണ് ഇവിടുന്ന് വന്നിരിക്കുന്ന ഒരു മൊമെന്റ്. സോ ഇവിടെ സെല്ലേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. സോ അതുകൊണ്ടാണ്. അത് കൂടാതെ തന്നെ ഈ ഒരു ബോട്ടം കണ്ട് ഈ ഒരു ബോട്ടം ഡയറക്ട്ലി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആണ്. അത് കൂടാതെ 50% റിട്രേസ്മെന്റ് മാർക്ക് തന്നിട്ടില്ല. സോ ഇവിടെ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആണ്. സോ നിഫ്റ്റിയിലെ മാർക്കറ്റ് ക്ലോസിങ്ങിനോട് അടുത്ത് സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഈ പോയിന്റ് കട്ട് ചെയ്യുമ്പോഴേക്കും സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് ഡയറക്ട്ലി സെല്ലിംഗ് നിഫ്റ്റി. സോ നിഫ്റ്റിയുടെ ഇവിടെ സെല്ലേഴ്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് തന്നിട്ടില്ല. 50% റിട്രേസ്മെന്റ് എടുത്ത് മാർക്കറ്റ് തന്നിട്ടില്ല. ഇവിടുന്ന് ടോപ്പ് ടു ബോട്ടം വരെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ സെല്ലേഴ്സ് ഡയറക്ട്ലി സെല്ലിംഗ് അവൈലബിൾ. സോ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാകുന്നത് നിഫ്റ്റി. അതുകൂടാതെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവല് എനിക്ക് മനസ്സിലാവും. നേരത്തെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ 24,500 ഉണ്ട്. ഈ 24,500 മുകളിലാണ് കൺസോളിഡേറ്റ് ചെയ്തേക്കുന്നത്. ഇത് കൺസോളിഡേഷൻ ഉണ്ടോ? 24,000 മുകളിൽ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. ഈ ഒരു പോയിന്റിന്റെ താഴെ ബയേഴ്സിന്റെ ലിക്വിഡിറ്റി അവൈലബിൾ ആണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സ്ട്രോങ് ആയിട്ടുള്ള ലെവലിന്റെ മുകളിൽ കൺസോളിഡേറ്റ് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലിക്വിഡിറ്റി അവൈലബിൾ ആണ്. ബയേഴ്സിന്റെ ലിക്വിഡിറ്റി അവൈലബിൾ. ഇവിടെ സെല്ലേഴ്സ് ആണ് അവൈലബിൾ. സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം മാർക്കറ്റ് ഡയറക്ട്ലി ഉള്ളൊരു ബ്രേക്ക് ഡൗണും വന്നിട്ടുണ്ട്. പിന്നെ ഡയറക്ട്ലി ഉള്ള ഒരു സെല്ലിംഗും. സോ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ ക്ലോസ് ചെയ്യാനായിട്ട് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. സോ ഈക്വലി ബയേഴ്സും സെല്ലേഴ്സ് അവിടെ അവൈലബിൾ ആണ്. സോ അതാണ് നിഫ്റ്റിയില് അനാലിസിസ് എന്ന് പറയുന്നത്. അതേസമയം ബാങ്ക് സെൻസസ് നോക്കുകയാണെങ്കിൽ സെൻസസും സെയിം കൈൻഡ് ഓഫ് മൊമെന്റം ആണ് സെൻസസും ഉണ്ടായിരുന്നത്. അത് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തു. അതായത് മാർക്കറ്റിലെ ഡേയ്സ് ലോ ഡയറക്ട്ലി ഒരു സ്ട്രോങ് ഫാൾ വന്ന് ബ്രേക്ക് ചെയ്തു. സോ സെല്ലേഴ്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ 80,500 എന്നുള്ള ലെവലും ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു. സോ അവിടെയും സെല്ലേഴ്സ് അവൈലബിൾ ആണ്. ഡയറക്ട്ലി ആണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സോ അവിടെ സെല്ലേഴ്സ് അവൈലബിൾ ആണ്. സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. അതുകൂടാതെ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ 80,000 എന്നുള്ള ലെവലിന് മുകളിൽ കൺസോളിഡേറ്റ് ചെയ്താണ് ക്ലോസ് ചെയ്തത്. സോ ഇവിടെ ബയേഴ്സിന്റെ ലിക്വിഡിറ്റിയും അവൈലബിൾ ആണ്. പിന്നെ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് നോക്കുകയാണെങ്കിൽ ഈ ഡയറക്ട്ലി സെല്ലിംഗ് വന്നേക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് നടന്നിട്ടില്ല. ഒരു ഡയറക്റ്റ് മൂവ്മെന്റ് ആയതുകൊണ്ട് 50% മുതൽ അടുത്തുള്ള റിട്രേസ്മെന്റ് നടന്നിട്ടില്ല. സോ ഇവിടെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും സെയിം കൈൻഡ് ഓഫ് മൂവ്മെന്റ്. അതായത് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തു, ഡയറക്ട്ലി ബ്രേക്ക് ചെയ്തു, സെല്ലേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. അത് കൂടാതെ 54,000 അത്രയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സെല്ലേഴ്സിന്റെ ഷോർട്ട് ലോസ് അവൈലബിൾ ആണ്. പിന്നെ മാർക്കറ്റ് ക്ലോസിങ്ങിനോടടുത്ത് 53,500 മുകളിൽ കൺസോളിഡേറ്റ് ചെയ്താണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ബയേഴ്സിനെ മാർക്കറ്റ് കറന്റ് പ്രീവിയസ് ഡേയിൽ ക്ലോസിങ്ങിനോടടുത്ത് ബയേഴ്സിന് ലിക്വിഡിറ്റി അവൈലബിൾ ആക്കിയിട്ടുണ്ട്.
സോ ബോത്ത് ബയേഴ്സും സെല്ലേഴ്സും സ്ട്രോങ് ആയിട്ട് ഈക്വലി മാർക്കറ്റിൽ ആക്ടിവേറ്റ് ചെയ്യണം. കറണ്ട് ഡേയില് 13th വരുമ്പോഴേക്കും അവിടെ അനാലിസിസ് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനോടടുത്ത് ഈ ഒരു പർട്ടിക്കുലർ ലെവലാണ് ഈ ഒരു ലെവൽ. അതെ, ഈ ഒരു ലെവലിന്റെ മാർക്കറ്റ് ഉണ്ട് കണ്ടിന്യൂസ്ലി ഇവിടെ നിന്നൊരു ഡബ്ല്യു പാറ്റേൺ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ നെക്ക് ലൈൻ കട്ട് ചെയ്ത് ഈ ഒരു ലെവലിൽ വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് അതേ ലെവലിൽ നിന്ന് തന്നെ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് നമ്മൾ വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു മാർക്കറ്റ് ഡയറക്റ്റ് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തു. ഓക്കെ ഓക്കെ, അത് ഇവിടെ വേറൊരു അനാലിസിസും കൂടെ വരും. അതായത് ക്ലോസ് ഈ ഒരു ഡേസ് ലോ ഡയറക്ട്ലി ബ്രേക്ക് ചെയ്തേക്കുന്നുണ്ട്. ഈ ബ്രേക്ക് ചെയ്തേക്കുന്ന ഈ പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആ പോയിന്റിൽ നിന്ന് തന്നെയാണ് 13th അല്ല തേർഡ് മാർക്കറ്റിന്റെ സെപ്റ്റംബർ 3 കറക്റ്റ് സെല്ലിങ് വന്നേക്കുന്നത്. ഈ ഒരു ബോട്ട് ഈ ഒരു ക്ലോസിംഗ് പ്രൈസ് ഉണ്ടാവും ഈ ഒരു ഡേസ് ലോ, ഈ ഡേസ് ലോയിൽ തന്നെയാണ് ഡയറക്ട്ലി മാർക്കറ്റിന്റെ സെല്ലിങ് വന്നേക്കുന്നത്. സോ അതും ഒരു സ്ട്രോങ് ലെവലാണ്. സെല്ലേഴ്സിനെ സ്ട്രോങ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലെവലാണ്. ഇത് കണ്ടോ, ഈ ഒരു ലെവലിൽ നിന്ന് തന്നെയാണ് ഡയറക്ട്ലി മാർക്കറ്റിൽ സെല്ലിങ് വന്നേക്കുന്നത്. നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ലോ, ഈ കട്ട് ചെയ്ത ലോ ഉണ്ട്, ഈ ലോയിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റിൽ ഡയറക്ട്ലി സെല്ലിങ് വന്നിരിക്കുന്നത്. സോ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ക്ലോസിംഗ് പ്രൈസും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് സ്റ്റേറ്റ് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ പ്രീവിയസ് സ്റ്റേറ്റ് ബിഹേവിയർ നോക്കുവാണെങ്കിൽ ഗ്യാപ്പ് അപ്പ് സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് റിപ്ലേസ് ചെയ്തിട്ട് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്യും. അതായത് പ്രീവിയസ് സ്റ്റേറ്റ് സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് വന്നിട്ട് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടാണ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പൊ കറണ്ട് ഡേയില് മാർക്കറ്റ് സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് വന്നിട്ട് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുമ്പോഴേക്കും പ്രീവിയസ് സ്റ്റേറ്റ് സൈക്കോളജി മാർക്കറ്റ് ഈ ഒരു കറണ്ട് ഡേയില് റിപ്പീറ്റ് ചെയ്യാൻ. സോ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും വീണ്ടും സെല്ലേഴ്സ് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ വീണ്ടും മൾട്ടിപ്പിൾ സെല്ലേഴ്സിന്റെ സർപ്ലസ് അവൈലബിൾ ആവും, മൾട്ടിപ്പിൾ ലിക്വിഡിറ്റി അവൈലബിൾ ആവും. സോ അങ്ങനെ ലിക്വിഡിറ്റി അവൈലബിൾ ആകുന്ന സിനാരിയോയിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, റിവേഴ്സ് അടിക്കും. സോ ലിക്വിഡിറ്റി മൊത്തം ഗ്രാബ് ചെയ്യും. അതിനുള്ള ഒരു പ്രോബിലിറ്റി ആണ് ഇപ്പോൾ കൂടുതലുള്ളത്. സോ ആ സെയിം കൈൻഡ് ഓഫ് സിനാരിയോ ആണ് സെൻസസിലും ഉണ്ടായിരിക്കുന്നത്. സെൻസസിൽ നോക്കുകയാണെങ്കിൽ ഡേസ് ലോ പ്രീവിയസ് ഡേ ലോ കട്ട് ചെയ്ത ലോഡ് നിയർ ബൈ എന്നാണ് സെല്ലിംഗ് വന്നിരിക്കുന്നത്. കൂടാതെ ഈ ഒരു കൺസോളിഡേറ്റഡ് ലെവലിന്റെ ഹൈ എടുക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് എടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഈ ഒരു റേഞ്ച് എടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നെയാണ് നോക്കുന്നത് ഡയറക്ട്ലി സെല്ലിംഗ് വന്നിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ പ്രീവിയസ് ഡേയില് ബ്രേക്ക് ഡൗൺ ചെയ്ത് ലോയും ഉണ്ട്. സോ അതിന്റെ നിയർ ബൈ എന്നാണ് സെല്ലിംഗ് വന്നിരിക്കുന്നത്. നിഫ്റ്റി ഓൾറെഡി അവിടെ നിന്ന് തന്നെയാണ് എക്സാക്ട് ആ പോയിന്റിൽ നിന്നാണ് സെല്ലിംഗ് വന്നിരിക്കുന്നത്. ക്ലോസിംഗ് പ്രൈസും ബ്രേക്ക് ചെയ്തു. അതേ ടൈമിൽ തന്നെ സെൻസസും ഡയറക്ട്ലി ആ ലെവലിൽ നിന്ന് ആ കൺസോളിഡേറ്റഡ് അല്ല റേഞ്ച് ലെവലിൽ നിന്നാണ് സെല്ലിംഗ് വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു മൾട്ടിപ്പിൾ കൺഫർമേഷൻ എന്ന് പറയുന്നത് ബാറ്ററി ഓൾറെഡി സെല്ലേഴ്സ് അവൈലബിൾ ആണ് മാർക്കറ്റ്. കറണ്ട് ഡേയില് സെല്ലേഴ്സ് അവൈലബിൾ ആണ്. ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് ഡേയില് സെപ്റ്റംബർ 3 വരുമ്പോഴേക്കും മാർക്കറ്റ് വീണ്ടും സെല്ലേഴ്സിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സെല്ലേഴ്സിന്റെ ഷോപ്പ് ഫണ്ട് ചെയ്യാനായി മാർക്കറ്റ് സോ അതിന്റെ ഒരു കൺഫർമേഷൻ ആണ് നമ്മളുടെ ഡയറക്ട്ലി കാണുന്ന സെല്ലിംഗ് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് സ്റ്റേറ്റ് മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, സ്ലൈറ്റ്ലി ഗ്യാപ്പും ചെയ്തിട്ട് ഒരു ചെറിയ മുകളിലേക്ക് ആണ്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മാർക്കറ്റിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും നോക്കിയാൽ മതി. സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നെഗറ്റീവിൽ ക്ലോസ് ചെയ്യും. സോ മാർക്കറ്റ് എന്നും സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ചെയ്തിട്ട് സെപ്റ്റംബർ 3 നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ചെയ്തിട്ട് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുന്ന മൊമെന്റ് കാണിക്കുന്നത്. പ്രീവിയസ് ചെയ്ത് അതേ സൈക്കോളജി റിപ്പീറ്റ് ചെയ്യുന്നു. അത് റിപ്പീറ്റ് ആവില്ല. മാർക്കറ്റ് സെല്ലേഴ്സിന് മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ലോസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു ബിഹേവ് ആണ്. സോ മാർക്കറ്റ് റിവേഴ്സ് അടിക്കും. അതേ ടൈമില് ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ സെയിം കൈൻഡ് ഓഫ് സിനാരിയോ തന്നെ ബാങ്ക് നിഫ്റ്റി ലോ ബ്രേക്ക് ചെയ്ത് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് മൾട്ടിപ്പിൾ ടു ലെവൽ ഓഫ് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. സെല്ലേഴ്സിന്റെ 2 ലെവൽ ഓഫ് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ഡാറ്റിനെയാണ് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തേക്കുന്നത്. ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആകെ 53,500 മുകളിലാണ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആക്കുന്നത്. സോ അതിന്റെ നിയർ ബൈ മാർക്കറ്റ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവിടെ കൂടുതലും പ്രൈവറ്റ് സെല്ലേഴ്സ് ആണ് കൊടുക്കാൻ പറ്റും. കാരണം പ്രീവിയസ് ഡേയില് ബിഹേവിയർ നോക്കുകയാണെങ്കിൽ ഗ്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസിംഗ് പ്രൈസ് ഡയറക്ട്ലി ബ്രേക്ക് ചെയ്തു. ഡേസ് ലോ
മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഫസ്റ്റ് ക്യാൻഡിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ ഒരു പോയിന്റ്, ഈ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ട് ഈ ഡേയ്സ് ലോ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ രണ്ടാമത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. അതുകൂടാതെ ക്ലോസിംഗ് പ്രൈസ് ഡയറക്റ്റ്ലി ബ്രേക്ക് ചെയ്തു. 53,000 ലെവലിൽ ബ്രേക്ക് ചെയ്തു. സെയിം കൈൻഡ് ഓഫ് മൂവ്മെന്റാണ് സെപ്റ്റംബർ 3 വന്നേക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, അതായത് ചെറിയൊരു സ്ലൈഡ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് ഡേയ്സ് ലോയും ബ്രേക്ക് ചെയ്തു, ക്ലോസിംഗ് പ്രൈസും ബ്രേക്ക് ചെയ്തു. ക്ലോസിംഗ് പ്രൈസും ബ്രേക്ക് ചെയ്തു. സോ സെല്ലേഴ്സ് അവൈൽ, മൾട്ടിപ്പിൾ സെല്ലേഴ്സ് അവൈലബിൾ ആണ്. കൂടാതെ പ്രീവിയസ് സെയിം സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അവൈലബിൾ ആയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഇത്രയും ഡ്രാസ്റ്റിക് മൂവ്മെന്റ് നമ്മൾ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാർക്കറ്റിൽ കൺസോളിഡേഷന്റെ ഒരു പർട്ടിക്കുലർ ബയേഴ്സിന് മാത്രം, വളരെ സ്ലൈറ്റ്ലി ബയേഴ്സിന് മാത്രം ആക്ടിവേറ്റ് ചെയ്യും. സോ ആ ബയേഴ്സ് ഈ ഒരു മൂവ്മെന്റ് കാണുമ്പോഴും ക്ലോസ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന കാണുമ്പോഴും പ്രീവിയസ് ചെയ്ത മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ചെയ്തിട്ട് ക്ലോസിംഗിൽ കംപ്ലീറ്റ്ലി ക്ലോസിംഗിനോട് എടുത്ത് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മൊമെന്റം കാണുമ്പോൾ നെഗറ്റീവിൽ ക്ലോസ് കൂടെ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റം കാണുമ്പോൾ മാർക്കറ്റിന്റെ ബയേഴ്സ് ഡെഫിനറ്റ്ലി അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. കാരണം അവര് പാനിക് ആയിട്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്യും. കാരണം പ്രീവിയസ് സെയിലും ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നല്ല നെഗറ്റീവിലാണ്, നല്ലൊരു ഫോള് തന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു മൂവ്മെന്റം കാണുമ്പോഴേക്കും ഇവിടെ ഭയങ്കരമായിട്ടുള്ള ബയേഴ്സ് തീർച്ചയായിട്ടും പാനിക്കായിട്ട് ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യും. സോ ബയേഴ്സിന്റെ സ്റ്റേഷൻസ് ഇല്ലാത്തൊരു സിനാരിയോ മാർക്കറ്റിൽ നിന്ന് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസും മാർക്കറ്റ് എന്ത് ചെയ്യും, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യും, അവർ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യും. സോ മാർക്കറ്റ് റിവേഴ്സ് ആവും. ഇത് ട്രേഡ് എക്സാക്ട്ലി എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, കറക്റ്റ് പറയുകയാണെങ്കിൽ സപ്പോർട്ടിൽ വരുന്ന ടൈമിൽ ട്രേഡ് എടുക്കാം. കാരണം വെച്ചാല് മാർക്കറ്റില് മൾട്ടിപ്പിൾ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയി കഴിഞ്ഞു സപ്പോർട്ട് ലെവലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയില്ല. കാരണം ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സെല്ലേഴ്സിന് പ്രോഫിറ്റ് കിട്ടും. സോ ആ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സിനാരിയോ മാർക്കറ്റ് ഉണ്ടാകത്തില്ല. സോ ആ സപ്പോർട്ട് ആയിട്ട് എടുത്തിട്ട് റിവേഴ്സ് ആകും. സോ അതുപോലെ തന്നെ ഏകദേശം ഒരു 9-19 എന്നുള്ള ലെവലുണ്ട്, 990 എന്നുള്ളൊരു ഈ ഒരു പർട്ടിക്കുലർ ലെവൽ. ഏകദേശം 9-20 ക്യാൻഡിൽ അല്ലെങ്കിൽ 19 ക്യാൻഡിൽ ട്രേഡ് പ്ലേസ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഗ്രീൻ ക്യാൻഡിൽ, നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ഇവിടുന്ന് പൊസിഷൻ മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ലോസിന് വെയിറ്റ് കാര്യമില്ല. കാരണം വെച്ചാല് ഓൾറെഡി മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ലോസ് ആക്ടിവേറ്റ് ചെയ്ത് ഒരു പ്രീവിയസ് സൈഡ് മൊമെന്റോ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് മൾട്ടിപ്പിൾ കൺഫർമേഷൻ നമുക്ക് പൊസിഷൻ കിട്ടും. 30 പോയിന്റ്സ് എടുത്ത് സ്റ്റോപ്പ് ലോസും 40 പോയിന്റ്സ് എടുത്ത് ടാർഗറ്റും സെറ്റ് ചെയ്യും. ഇവിടെ ആക്ച്വലി ടാർഗറ്റ് ഹൈ കട്ട് ചെയ്യുന്നവരുണ്ട് കിട്ടാൻ. കാരണം വെച്ചാൽ നമുക്ക് ഓൾറെഡി ആ ഒരു ടാർഗറ്റ് കിട്ടുന്നുണ്ട്, ഈ ഒരു ഹൈ കട്ട്. കാരണം ഇവിടെ നിന്നാണ് ഓൾറെഡി സെല്ലേഴ്സിനെ മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഹൈ അതായത് പ്രീവിയസ് സൈഡ് ഡേയ്സ് ലോ കട്ട് ചെയ്ത ഡേയ്സ് ലോ ഈ ഒരു കാരണം വെച്ചാൽ അവിടെ നിന്നാണ് മൾട്ടിപ്പിൾ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അവിടെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ. മാർക്കറ്റ് നമുക്ക് ആ ഒരു ലെവലിൽ ടാർഗറ്റ് അതേ സിനാരിയോ തന്നെ സെൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 9-19 ക്യാമ്പിൽ സപ്പോർട്ടിൽ വന്നിരിക്കുന്നു. കറക്റ്റ് എക്സാക്ട് സപ്പോർട്ടിൽ വന്നു. ആ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റിൽ റിവേഴ്സ് ആയി. കാരണം മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. 150 പോയിന്റ് സ്റ്റോപ്പ് ലോസും 180 പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു ഹൈയുടെ മുകളിൽ ടാർഗറ്റ് 266 ഏകദേശം ഒരു 12-20 ആകുമ്പോൾ ടാർഗറ്റ് കിട്ടാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആണ് മാർക്കറ്റ്. മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആക്കി ലോ കട്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയി 54,000 മുകളിൽ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ഈ ഒരു റിട്രേസ്മെന്റ് പോയിന്റ് ആണ് 20 മുകളിൽ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ. അതുകൂടാതെ ഈ ഒരു ലെവലിൽ നിന്ന് മൾട്ടിപ്പിൾ സെല്ലിംഗ് വന്നിട്ടുണ്ട്. സോ ഇതിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ. ഈ ഒരു ലെവലിൽ ഇവിടുന്ന് സെല്ലിംഗ് വന്നിട്ടില്ല. സോ മാർക്കറ്റിൽ ഈ ഒരു ലെവലിൽ മുകളിൽ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ. ഓൾറെഡി ഇവിടെ മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ലോസ് കൂടെ അവൈലബിൾ ആണ്. പിന്നെയുള്ള സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. ഇവര് തീർച്ചയായിട്ടും എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ മൊമെന്റം കണ്ടത്. നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാല് പ്രീവിയസ് മൊമെന്റം എക്സാക്ട്ലി ഡിഫിറ്റ് ചെയ്യുന്ന ടൈമിൽ അത് കഴിഞ്ഞിട്ട് ഗെയിം ക്യാൻ ഈ ഒരു ഗെയിം ക്യാൻ ഏകദേശം 9 സെയിം കൈൻഡ് ഓഫ് 100 പോയിന്റ് സ്റ്റോപ്പ് 100 പോയിന്റ് എടുത്ത് ടാർഗറ്റ്
ഇതിന്റെ മുകളിൽ കട്ട് ചെയ്യുമ്പോൾ 200 പോയിന്റ്, ഇതിന്റെ മുകളിൽ മാർക്കറ്റ് കട്ട് ചെയ്യുന്ന ടൈമിൽ എക്സിറ്റ് നോക്കാം. അവിടെയാണ് പീക്ക് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. സോ 200 പോയിന്റ് എടുത്ത് ടാർഗറ്റ് എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റിലെ എൻ്റെ മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. കറണ്ട് ഡേയിൽ ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മാർക്കറ്റ് നെഗറ്റീവിൽ ഒരിക്കലും ക്ലോസ് ചെയ്തു. ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒന്നെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതാണ് ഈ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. അതേ ടൈമിൽ തന്നെ ബാക്കിയുള്ള ഇൻഡെക്സുകൾ നോക്കിയാലും സെയിം കൈൻഡ് ഓഫ് മൊമെന്റം തന്നെയാണ് വന്നേക്കുന്നത്. അതായത് മാർക്കറ്റ് വേണ്ട പ്രീവിയസ് ഡേയില് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ കറണ്ട് ഡേയില് 13th മാർക്കറ്റിൽ വരുവാണെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പോസിറ്റീവിൽ ക്ലോസ്. അപ്പോൾ പ്രീവിയസ് ഡേയുടെ മൊമെന്റിനെ റിപ്പീറ്റ് ചെയ്തതെന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ബോത്ത് ഇൻഡെക്സ് സെൻസെക്സ് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ പ്രീവിയസ് ഡേയിൽ നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇവിടെ 13th മാർക്കറ്റിൽ വരുവാണെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പോസിറ്റീവിൽ ക്ലോസ്. സോ പ്രീവിയസ് ഡേയുടെ സൈക്കോളജി മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്യില്ല. ആ ഒരു റീസൺ കൊണ്ടാണ് മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. സോ തേർഡ് മാർക്കറ്റിന്റെ അനാലിസിസ് ഇതാണ്.